ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗർ പാത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്, ഫാമിലി വലുതായിട്ടുണ്ട്, അപ്പം കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഇതിനെ പറ്റി അറിയാത്തതുണ്ട്. ഞാൻ പെട്ടെന്ന് കാലിക്കറ്റിക്ക് വരുന്നത്, മലപ്പുറം വിട്ട് പെട്ടെന്ന് കാലിക്കറ്റിലോട്ട് വരുന്നത്, പെട്ടെന്ന് ഹോസ്റ്റൽ ലൈഫ് എടുക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഞാൻ വേറൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെന്താ സംഭവം ഇപ്പോഴും കുറേ പേർക്ക് അറിയാത്തതുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ലൈക്ക് Q&A അല്ല, പക്ഷെ ഞാനിപ്പോൾ എന്തിനാണ് കോഴിക്കോട്ടിലേക്ക് വന്നത്, എന്തിനാണ് വീട്ടുകാരെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ പേര് ദിൽപ് ഇന്ത്യ. ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്തിനാണ് ഞാൻ പെട്ടെന്ന് കാലിക്കറ്റിലോട്ട് വന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇതൊരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല. പെട്ടെന്നായിരുന്നു തീരുമാനം വന്നതും, പെട്ടെന്നായിരുന്നു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞതും ഒക്കെ പെട്ടെന്നായിരുന്നു. പക്ഷെ ഞാൻ പഠിക്കാൻ പോവുകയാണെങ്കിൽ പുറത്തോട്ട് പോകണം എന്ന് എനിക്കൊരു പ്ലാനിലുണ്ടായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് പുറത്തോട്ട് മീൻസ് മലപ്പുറം വിട്ടിട്ടെങ്കിലും പോകണം എന്നുണ്ടായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് പറ്റും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഫീൽഡ് എന്തുകൊണ്ട് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പം ഞാനത് ചൂസ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു പാഷൻ മാതിരിയാണ്, എനിക്കിഷ്ടമാണ് ഏവിയേഷൻ ഫീൽഡ് വർക്ക് ചെയ്യാനും, ലൈക്ക് എയർപോർട്ടിൽ ക്യാബിൻ ക്രൂ ഒക്കെ ആയിട്ട് നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഞാനത് ചൂസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാലിക്കറ്റിലോട്ട് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ എൻ്റെ തുടർ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട്ടേക്ക് വീടും വീട്ടുകാരൊക്കെ വിട്ടിട്ട് ഹോസ്റ്റൽ ലൈഫ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഞാൻ എന്ത് കോഴ്സാണ് പഠിക്കുന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്നത് ഏവിയേഷനാണ്, സ്കൈഫോർഡിലാണ്, കോഴിക്കോട് സ്കൈഫോർഡിലാണ് ഞാൻ പഠിക്കുന്നുള്ളത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഏവിയേഷൻ ഫീൽഡാണ് വരുന്നത്. ലൈക്ക് ക്യാബിൻ ക്രൂ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, ഗ്രൗണ്ട് സ്റ്റാഫ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, അങ്ങനെയാണ് വരുന്നത്. അതായത് എയർപോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ജോലിക്കാണ് നമ്മൾ ഏവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് ക്യാബിൻ ക്രൂ ആണ്. എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കോഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ സ്കൈഫോർഡ് നമുക്ക് കൊച്ചിയിൽ വരുന്നുണ്ട്, കാലിക്കറ്റ് വരുന്നുണ്ട്. ഞാൻ കാലിക്കറ്റ് എമിറേറ്റ് മാളിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കാലിക്കറ്റിലാണ് PG എടുത്തിട്ട് താമസിക്കുന്നത്, അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് താമസിക്കുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കോഴിക്കോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഫീയും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്, അത് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, സ്കൈഫോർഡ് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കൈഫോർഡിൻ്റെ ഓഫീസ് നമ്പർ ഞാനിവിടെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏത് കോഴ്സാണ്, കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണം, എങ്ങനെയാണ് ഡ്യൂറേഷൻ വരുന്നത്, എങ്ങനെയാണ് ഫീസ് സ്ട്രക്ചേഴ്സ് ഒക്കെ വരുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ പഠിക്കുന്നത് 1 ഇയർ ഡിപ്ലോമയാണ്. നമുക്ക് 1 ഇയർ 2 ഇയർ 3 ഇയർ 2 ഇയർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 1 ഇയർ 2 ഇയർ 3 ഇയർ അങ്ങനെയാണ് വരുന്നത്. 3 ഇയർ എന്ന് പറയുന്നത് BBA വിത്ത് ഏവിയേഷൻ ആണ്. അത് 3 വർഷം ഉണ്ടാവും. ഞാൻ എടുത്തിട്ടുള്ളത് 1 ഇയർ ഡിപ്ലോമയാണ്. അത് ക്യാബിൻ ക്രൂവിൻ്റെ കോഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏവിയേഷനൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, സ്കൈഫോർഡ് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞു കോഴിക്കോട്ട് നിന്നല്ലേ മലപ്പുറം വിട്ടിട്ട് വന്നത്, കോഴിക്കോട്ടേക്കല്ലേ, അല്ലാണ്ട് USA ഒന്നും അല്ലല്ലോ. ഇപ്പം നമ്മളെ വീട്ടുകാരെ വിട്ടിട്ട് ആദ്യമായിട്ട് വരുമ്പോൾ അത് USA ആണെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോടാണെന്നുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഫീലിംഗ് ആണ്. ലൈക്ക് ഞാൻ എൻ്റെ വീട്ടുകാരെ വിട്ടിട്ട് അങ്ങനെ ഒന്നും നിന്നിട്ടില്ല. പിന്നെ കുറേ പേര് പറയുന്നത് സ്കൈഫോർഡ്, അതായത് ഏവിയേഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് വേണം. നമ്മൾ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പുറന്ന് വെക്കുമ്പോൾ എല്ലാം പഠിച്ചിട്ടല്ല വരുന്നത്. ഓക്കെ, ഈ പറഞ്ഞ സ്റ്റാൻഡേർഡിൻ്റെ ആൾക്കാർ ഉമ്മാൻ്റെ വയറ്റിൽ നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ, നമ്മുടെ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഈ ലോകം കാണുമ്പോൾ എല്ലാം പഠിച്ച് തികഞ്ഞിട്ടല്ല നമ്മൾ ലോകത്തെത്തുന്നത്. ഇവിടെ എത്തി സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം അതുകൊണ്ട് കുറേ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനുള്ള യോഗ്യത എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ കോളേജിൽ പഠിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക.
ഞാൻ ആ കോളേജിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് അവിടുത്തെ സ്റ്റുഡൻസിനും അവിടുത്തെ ഓൽക്കൊക്കെ അറിയാം. ഓക്കെ, അതിനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റി എനിക്കുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നത്. പിന്നെ ഗൈസ്, ഇത് നെയിൽ പോളിഷാണ്. നിങ്ങൾ കണ്ടില്ലേ നെയിൽ പോളിഷ് ഇട്ടത്? ഇത് ഞാൻ വെറുതെ ഇട്ടതാട്ടോ. അപ്പം അപ്പുറത്തെ കുട്ടീൻ്റെ അടുത്ത് റിമൂവർ ഉണ്ട്, അത് ഇപ്പോൾ റിമൂവ് ആക്കി കളയും. അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ വിലക്കെ ഒന്ന് ഇട്ട് കണ്ടപ്പോൾ അങ്ങനെ ഇട്ടതാണ്. അപ്പം ഞാൻ അത് റിമൂവ് ആക്കി കളയണം, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. ഇനി നീ നെയിൽ പോളിഷ് ഇട്ടോടി എന്ന് ചോദിച്ചു വരാൻ നിൽക്കണ്ട. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം ഇവിടെ എത്തിയതിന് ശേഷം എൻ്റെ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. വീട്ടിലത്തെ പോലെ തന്നെയാണ്, അടിപൊളിയാണ്. പിന്നെ രാവിലെ നീച്ച് ക്ലാസ്സിന് പോകണം, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. സെറ്റാണ്, അൽഹംദുലില്ലാ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി 1 ഇയർ കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് നമുക്കിങ്ങനെ നമ്മൾ പഠിക്കുക, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക, ജോബ് കിട്ടും ഇല്ല എത്രയൊക്കെ പഠിച്ചവൻ്റെ വീതിയാണ്. അപ്പം അങ്ങനെ. അപ്പം ആ ഒരു മെയിനായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് എന്താ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുടി കളർ ചെയ്ത കേസ് പറയുന്നുണ്ട്. എനിക്ക് പ്രൊമോഷൻ വന്നപ്പം ഞാൻ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ തലയിൽ എനിക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് വേണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ പഠിപ്പിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട്ടേക്ക് വന്നിട്ടുള്ളത്. 1 ഇയർ കോഴിക്കോട് തന്നെ ഉണ്ടാവും. ഇനി എന്താ ഏതാന്നുള്ളതൊന്നും അറിയില്ല, ഒക്കെ പഠിച്ചവൻ്റെ അടുത്തുള്ള കാര്യമാണ്. അപ്പം അത്ര പറയണമെന്നുണ്ടായിരുന്നു. അപ്പം അന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. ടാറ്റാ. പിന്നെ ഞാൻ എന്ത് വീഡിയോ ഇടണം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടോ, ഞാൻ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ഇടാവേ.